ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഇടാൻ വെച്ച പാർട്ടാണ്. പക്ഷെ എഴുതി വന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നീട് എഴുതി വന്ന് ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, റമദാൻ സ്റ്റാർട്ടായി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളുമുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഒരു പാർട്ടും കൂടെ ഞാനിടാം. അതോടുകൂടി കഥ അവസാനിക്കും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണേ. പിന്നത്തേക്ക് വെച്ചാൽ നിങ്ങളത് മറന്നു പോവും. അതുകൊണ്ട് ഇപ്പം തന്നെ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഷാരോൺ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആദിത്യൻ ആകെ തകർന്നു പോയി. ആദി ഒരാശ്രയത്തിന് എന്നോണം വീണ്ടും അർജുനെ വിളിച്ചു. ഹലോ ആദി, എന്താടാ? മറുതലക്കൽ അർജുൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ആദിത്യൻ്റെ വാക്കുകൾ ഇടറി. അർജുൻ, എനിക്ക് പേടിയാവുന്നടാ. മിത്ര എല്ലാം അറിഞ്ഞു. അവൾ മാളിൽ വെച്ച് ദീപ്തിയെയും കുഞ്ഞുലക്ഷ്മിയെയും കണ്ടു. അവൾ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അവൾ എൻ്റെ കുഞ്ഞുലക്ഷ്മിയെ എന്നിൽ നിന്നും തട്ടിയെടുക്കുമോ? എനിക്ക് ഭയമാവുന്നു അർജുൻ. ആദിത്യ, നീ ഇങ്ങനെ പാനിക്കായാൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. മിത്ര ഒരു സിനിമാ നടിയായിരിക്കാം, അവൾക്ക് സ്വാധീനമുണ്ടാവാം. പക്ഷെ അതൊക്കെ ഈ വീടിൻ്റെ പടിക്ക് പുറത്താണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നതേ നടക്കൂ. എന്നെ മറികടന്ന് ഒരിക്കലും മിത്ര കുഞ്ഞിനെ കൊണ്ടുപോവില്ല. ഇല്ല അർജുൻ, നിനക്ക് മിത്രയെ അറിയില്ല. അവൾക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോവും. എനിക്ക് നല്ല ഭയമുണ്ട്. ദീപ്തിയും കൂടെ മിത്രക്കൊപ്പം ചേർന്നാൽ പിന്നെ ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. ആദിത്യ, നീ പറയുന്നതൊന്ന് കേൾക്ക്. ഈ നിമിഷം മുതൽ നിന്റെ മോളുടെയും ദീപ്തിയുടെയും ഉത്തരവാദിത്തം എൻ്റേതാണ്. നിന്റെ മോൾ എന്നെ അച്ഛ എന്ന് വിളിക്കുന്നത്. എനിക്കും അവളിപ്പോൾ എൻ്റെ കൂടെ മോളെ പോലെയാ. ആ സ്ഥാനത്ത് നിന്ന് പറയുക, മിത്രയുടെ നിഴൽ പോലും നിന്റെ മോളുടെ മേൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷെ അർജുൻ, അവൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലോ? എൻ്റെ മോൾ എല്ലാം അറിഞ്ഞാലോ? അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ അവൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാണിത്. ഒരു കരാർ ഒപ്പിട്ട് സറോഗസിലൂടെ ഉണ്ടായ കുഞ്ഞിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ മിത്രക്ക് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? നീ ധൈര്യമായിരിക്ക്. എൻ്റെ നെഞ്ചിൽ ചവിട്ടിയല്ലാതെ അവൾക്ക് ആ കുഞ്ഞിനെ തൊടാൻ കഴിയില്ല. ഇത് നിന്റെ സുഹൃത്ത് അർജുൻ്റെ വാക്കാണ്. എനിക്കറിയാം അർജുൻ, നീ ഉണ്ടെങ്കിൽ അവൾക്കൊന്നും സംഭവിക്കില്ലെന്നെങ്കിലും എങ്കിലും എനിക്ക് വല്ലാത്തൊരു നെഞ്ചെടുപ്പ്. ഞാൻ അങ്ങോട്ട് വരട്ടെ അർജുൻ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ? നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട ആദിത്യ. ദീപ്തി നിന്നെ അവിടെ കണ്ട നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട ആദിത്യ. ദീപ്തി നിന്നെ ഇവിടെ കണ്ട കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ വിളിക്കാം. ദീപ്തിയും കുഞ്ഞും ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്. ആദിത്യനുമായുള്ള ഫോൺ കോൾ അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പുറത്താരോ ബെല്ലടിക്കുന്നത് അർജുൻ കേൾക്കുന്നത്. അർജുൻ ആദ്യം കരുതിയത് ദീപ്തിയും കുഞ്ഞും തിരികെ വന്നു എന്നായിരുന്നു. പക്ഷേ വാതിൽ തുറന്നപ്പോൾ അവൻ കണ്ടത് മിത്രയെയാണ്. വാതിൽക്കൽ നിൽക്കുന്ന മിത്രയെ കണ്ട് അവനൊന്ന് പരിഹസിച്ച് ചിരിച്ചു. മിത്ര അർജുനെ അത്ഭുതത്തോടെ നോക്കി. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുൻ, നീ ഇവിടെ? ആ, മിത്ര എൻ്റെ പേര് മറന്നിട്ടില്ലല്ലോ. അർജുൻ അവളെ ഒന്ന് നോക്കി ഒന്ന് പരിഹസിച്ച് ചിരിച്ചു. മിത്രയുടെ മുഖം അവൻ്റെ പരിഹാസത്തിൽ താഴ്ന്നുപോയി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അർജുൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ. മിത്ര ഒന്ന് വിക്കി. നിന്നെ കാമുകൻ പറ്റിച്ചെന്നോ, നീ അവനെ തേച്ചെന്നോ വാർത്തെന്നോ എന്നൊക്കെ കേട്ടല്ലോ. നിനക്ക് ഇതൊന്നും പുത്തരിയല്ലല്ലോ അല്ലേ? കുഞ്ഞിനെ കാണാൻ വന്നേക്കുന്നു. അർജുൻ വക്രിച്ച ചിരിയോടെ ചോദിച്ചു. അർജുൻ, പ്ലീസ്, ഇത്രയും തരം താഴ്ന്ന് എന്നോട് സംസാരിക്കരുത്. തരം താഴ്ന്നത് ഞാനല്ലേ മിത്രേ, നീയല്ലേ. അന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ നീ ഇന്ന് നീ എന്ത് അധികാരം വെച്ചാണ് ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കുന്നത്? ആ കുഞ്ഞിന് ദീപ്തിയാണ് അമ്മ. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പഴയ അഹങ്കാരമോ ആത്മവിശ്വാസമോ ഇപ്പോൾ ആ മുഖത്തില്ല. അർജുൻ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വഴക്കിടാനോ അവകാശം ഉന്നയിക്കാനോ വന്നതല്ല. എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം, ഒരു നോക്ക് മാത്രം. മിത്രേ, നീ എന്തിനാ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കുന്നത്? നിനക്ക് കുറ്റബോധം തോന്നുമ്പോഴൊക്കെ വരാനുള്ള ഒരിടമല്ല കുഞ്ഞുലക്ഷ്മിയുടെ ജീവിതം. ആ കുഞ്ഞും ദീപ്തിയും ഇവിടെ സമാധാനമായി ജീവിക്കുകയാണ്. എനിക്കറിയാം അർജുൻ, ഞാൻ അന്ന് ചെയ്തത് വലിയ തെറ്റായിരുന്നു. പക്ഷെ മോളെ ആദ്യമായി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു തീയായിരുന്നു. പ്രസവിച്ച ഉടനെ ഞാനതിന് വേണ്ടെന്ന് വെച്ചില്ല അർജുൻ. ആ പാപം എന്നെ വേട്ടയാടുകയാണ്. കുറ്റബോധം തോന്നിയിട്ടിപ്പോൾ എന്ത് കാര്യം മിത്രേ? ദീപ്തി അവളെ വളർത്തിയത് സ്വന്തം ജീവൻ കൊടുത്താണ്. നിന്റെ ഒരു നിഴൽ പോലും അവളിൽ വീഴരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനുമുണ്ട് ഇപ്പോൾ ആ കുഞ്ഞുലക്ഷ്മിക്കൊപ്പം. ആദിത്യനോട് എനിക്ക് മാപ്പ് അപേക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ദീപ്തിയോട് എനിക്ക് നന്ദി പറയണം, എൻ്റെ കുഞ്ഞിനെ ഇത്രയും ഭംഗിയായി വളർത്തിയതിന്. അർജുൻ, പ്ലീസ്, അവളെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കൂ. ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. അവൾ എന്നെ തിരിച്ചറിയുക പോലുമില്ലല്ലോ. വേണ്ട മിത്രേ,
ദീപ്തി വരാനുള്ള സമയമായി. അവൾ നിന്നെ ഇവിടെ കണ്ടാൽ ഭയന്നു പോവും. നീ വന്ന വഴിക്ക് തിരിച്ചു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിന്റെ ഈ കുറ്റബോധം ഒരുപക്ഷെ സത്യമായിരിക്കാം. പക്ഷെ അത് ആ കുഞ്ഞിൻ്റെ സമാധാനം തകർക്കാൻ കാരണമാവരുത്. അർജുൻ പറഞ്ഞു നിർത്തവേ മിത്ര തളർച്ചയോടെ ചുമരിലേക്ക് ചാരി നിന്നു. അർജുൻ, ദീപ്തിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആദിത്യന് വേണ്ടി കുഞ്ഞുലക്ഷ്മിയെ ദീപ്തിയിൽ നിന്ന് അടർത്തിയെടുക്കാനാണെങ്കിൽ അത് വേണ്ട അർജുൻ. പാപമാണ്, മഹാപാപം. ആ പാപം നീ തലയിൽ വെക്കരുത്, മിത്ര കണ്ണുനീരോടെ പറഞ്ഞു. മാതൃത്വത്തിൻ്റെ ആകുലതകളും പേറിയാണ് മിത്ര കാടിനടുത്തേക്ക് നടന്നത്. ഞൊടിയിടയിലാണ് ഒരു ഓട്ടോറിക്ഷ വീടിന് മുന്നിൽ വന്ന് നിന്നത്. അതിൽ നിന്നും തുമ്പിക്കുഞ്ഞിനെ പോലെ കുഞ്ഞുലക്ഷ്മി പുറത്തേക്ക് ചാടി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആ കുഞ്ഞിൻ്റെ മുഖം വിടർന്നു. സ്കൂളിൽ വെച്ച് കണ്ട താൻ ടി വിയിൽ ആരാധനയോടെ നോക്കി നിന്നിരുന്ന അതേ നീലക്കണ്ണുള്ള ആൻറ്റി. ആൻറ്റി! ഒരു വെളിപ്പാട് അകലെ തൻ്റെ മോളെ കണ്ടതും മിത്രയുടെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും തകർന്നു. ലോകവും തൻ്റെ താരപദവിയും എല്ലാം ആ നിമിഷം അവൾ മറന്നുപോയി. ഓടി വന്ന കുഞ്ഞുലക്ഷ്മിയെ മിത്ര ആവേശത്തോടെ വാരിയെടുത്തു. അവളുടെ കുഞ്ഞു മുഖത്ത് ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ മിത്രയുടെ കണ്ണുകളിൽ നിന്ന് അണപൊട്ടിയൊഴുകിയ കണ്ണുനീർ കുഞ്ഞിൻ്റെ കവിളിൽ പതിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി ഉണങ്ങിക്കിടന്ന ഒരു മരുഭൂമിയിൽ ആദ്യമായി മഴ പെയ്തതുപോലെ മിത്ര ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഓട്ടോയിൽ നിന്നിറങ്ങിയ ദീപ്തി ഈ കാഴ്ച കണ്ട് ശ്വാസം നിലച്ചതുപോലെ നിന്നുപോയി. അവളുടെ ലോകം ഇരുണ്ടു പോകുന്നതുപോലെ അവൾക്ക് തോന്നി. തൻ്റെ ജീവൻ്റെ ജീവനായ കുഞ്ഞുലക്ഷ്മി അവളുടെ യഥാർത്ഥ അമ്മയുടെ കൈകളിൽ. മിത്ര ചേച്ചി എങ്ങനെ ഇവിടെ എത്തി? എൻ്റെ മോളെ ഇവർ കൊണ്ടുപോകുമോ? അന്ന് വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതല്ലേ. ഇന്ന് ഏത് അവകാശത്തിലാണ് എൻ്റെ കുഞ്ഞിനെ തൊടുന്നത്? ദൈവമേ, ഞാൻ പ്രാണനെപ്പോലെ വളർത്തിയ എൻ്റെ മോൾക്ക് ഈ സത്യങ്ങൾ താങ്ങാൻ കഴിയുമോ? ദീപ്തിയുടെ ഉള്ളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ പുകഞ്ഞു. തൻ്റെ മകളെ തട്ടിയെടുക്കാൻ വന്ന ഒരു രാക്ഷസിയെ പോലെയാണ് അവൾക്ക് മിത്രയെ തോന്നിയത്. അർജുൻ ഈ കാഴ്ച കണ്ട് തരിച്ചു നിന്നുപോയി. മിത്രയെ കുഞ്ഞിനെ കാണിക്കില്ല എന്ന് ആദിത്യന് വാക്കുകൊടുത്തതാണ് അവൻ. പക്ഷെ വിധി അവരെ നേർക്ക് നേർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. മിത്രയുടെ കണ്ണിലെ യഥാർത്ഥമായ കുറ്റബോധവും സ്നേഹവും അർജുൻ കാണുന്നുണ്ട്. എന്നാൽ ദീപ്തിയുടെ മുഖത്തെ മരണം നേരിൽ കണ്ടതിന് സമാനമായ ഭയം അവനെ അസ്വസ്ഥനാക്കി. എന്തു ചെയ്യണമെന്നറിയാതെ അവനൊരു നിമിഷം പകച്ചു നിന്നു. ഞൊടിയിടയിൽ ദീപ്തി ഓടിച്ചെന്ന് മിത്രയുടെ കൈകളിൽ നിന്നും കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങി. എൻ്റെ കുഞ്ഞിനെ വിട്, തൊട്ടുപോകരുത് അവളെ. മിത്ര എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ദീപ്തി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നോക്കാതെ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഓടി. കുഞ്ഞുലക്ഷ്മി ഒന്നും മനസ്സിലാകാതെ ഇരുന്നു. അമ്മേ, ആ ആൻറ്റി എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ അപ്പോൾ. പക്ഷേ ദീപ്തി അതൊന്നും കേട്ടില്ല. തൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയോടെ അവൾ മുറിയിലേക്ക് കയറി വാതിലടച്ചു. താഴെ ശൂന്യമായ കൈകളോടെ മിത്ര തകർന്നു നിൽക്കുകയായിരുന്നു. അവൾ അർജുനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ അവൾ എൻ്റെ മോളല്ല അർജുൻ എന്നൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. അർജുന് ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിലും അവനത് കണ്ടില്ല എന്ന് നടിച്ചു. മുറിയിൽ കയറി വാതിലടച്ച ദീപ്തി കുഞ്ഞുലക്ഷ്മിയെ ബെഡിലിരുത്തി. കുഞ്ഞൊന്നും മനസ്സിലാവാതെ പേടിച്ച് നിൽക്കുകയാണ്. ദീപ്തിയുടെ നെഞ്ചിടിപ്പ് നിലച്ചിരുന്നില്ല. പുറത്ത് മിത്ര നിൽക്കുന്നു എന്ന ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അല്പസമയത്തിന് ശേഷം അർജുൻ പതുക്കെ മുറിയുടെ വാതിൽക്കൽ വന്ന് നിന്നു. ദീപ്തി, നീ ഒന്ന് സമാധാനപ്പെട്, അവൾ പോയി, നീങ്ങനെ പേടിക്കാതെ. അർജുൻ്റെ ശബ്ദം കേട്ടതും ദീപ്തി ഓടിച്ചെന്ന് വാതിൽ തുറന്ന് അർജുന് നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. സമാധാനിക്കാനോ? എൻ്റെ മോളെ അവളുടെ കൈകളിൽ കൊടുത്തു വിട്ടിട്ട് ഞാൻ സമാധാനിക്കാനോ? എങ്ങനെയാണ് അർജുൻ, എങ്ങനെയാണ് ആ സ്ത്രീ വീടിൻ്റെ ഉമ്മറത്തെത്തിയത്? അവൾക്ക് ഈ അഡ്രസ്സ് ആരാണ് പറഞ്ഞു കൊടുത്തത്? ദീപ്തി, അത് ഞാനല്ല, അവൾ എങ്ങനെയോ കണ്ടുപിടിച്ച് വന്നതാണ്. ഞാൻ അവളെ തടയാൻ നോക്കിയതാണ്. നിങ്ങൾ നുണ പറയുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ പ്ലാനല്ലേ? മിത്ര ചേച്ചിക്ക് വേണ്ടിയാണോ നിങ്ങളിത് ചെയ്തത്? എന്നെയും കുഞ്ഞിനെയും ഇവിടെ തളച്ചിട്ടിട്ട് അവസാനം ആ രാക്ഷസിയുടെ കൈകളിൽ എൻ്റെ മോളെ എത്തിച്ചു കൊടുക്കാനാണോ നിങ്ങൾ എൻ്റെ ഭർത്താവായി അഭിനയിച്ച് ഇവിടെ കൂടിയത്? നീ എന്തൊക്കെയാ പറയുന്നത് ദീപ്തി? ഞാൻ നിങ്ങളെ സഹായിക്കാനല്ലേ നോക്കുന്നത്. നിൻ്റെയും മോളുടെയും ജീവിതം ഒരുപോലെ സംരക്ഷിക്കാനാണ് ഞാൻ നോക്കുന്നത്, അർജുൻ പറഞ്ഞു. സഹായമോ? എന്ത് സഹായം? നോക്ക്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ട മരിക്കും ഞാൻ, ഓർത്തോ. തനിക്ക് നേരെ വിരൽ ചൂണ്ടി നിന്ന് ദേഷ്യത്തോടെ വിറക്കുന്നവളെ കാണാൻ അർജുന് ഭയം തോന്നി. ഇന്നേരം കൊണ്ട് ഷാരോൺ മിത്ര അവിടെ എത്തി കുഞ്ഞിനെ കണ്ട കാര്യം ആദിത്യനെ അറിയിച്ചിരുന്നു. മിത്ര ദീപ്തിയുടെ വീട്ടിലെത്തിയ വിവരം അറിഞ്ഞതും ആദിത്യൻ നിയന്ത്രണം വിട്ട് അർജുനെ പിന്നെയും വിളിച്ചു. ഫോൺ എടുത്തപാടെ ആദിത്യൻ ആക്രോശിച്ചു. അർജുൻ, നീ എനിക്ക് തന്ന വാക്കെന്തായിരുന്നു?
മിത്രയെ ആ പടി കടത്തില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ അവൾ എൻ്റെ മോളെ കണ്ടു എന്ന് ഷാരോൺ പറയുന്നു. നീ അവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണോ ചെയ്തത്? ആദിത്യ, സാഹചര്യങ്ങൾ നീ വിചാരിക്കുന്ന പോലെയല്ല. മിത്ര വന്നത് ദീപ്തിയും കുഞ്ഞും ഇല്ലാത്ത സമയത്താണ്. ഞാൻ അവളെ പറഞ്ഞു വിടാൻ നോക്കിയതാണ്. പക്ഷേ വിധി പോലെ അവർ നേർക്ക് നേർ വന്നു. ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അർജുന് ദേഷ്യവും സങ്കടവും വന്നു. എനിക്ക് അതൊന്നും കേൾക്കണ്ട. നീ അവിടെ പോയത് കാര്യങ്ങൾ നന്നാക്കാനാണോ അതോ കൂടുതൽ വഷളാക്കാനാണോ? മതി ആദിത്യ, നിനക്ക് മോളെയും നിന്റെ അഭിമാനത്തെയും കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നീയും മിത്രയും ഒരുപോലെ സ്വാർത്ഥരാണ്. മിത്ര അവളുടെ തെറ്റുകൾക്ക് പരിഹാരം തേടി വരുന്നു. നീ നിന്റെ കുറ്റബോധം മാറ്റാൻ വരുന്നു. പക്ഷെ ആ പാവം ദീപ്തിയുടെ അവസ്ഥ ആരെങ്കിലും ചിന്തിച്ചോ? ഇല്ലല്ലോ. അർജുനും ദേഷ്യം വന്നു. ദീപ്തിയെക്കുറിച്ച് നീയും ചിന്തിക്കേണ്ട അർജുൻ. അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിനാ ദീപ്തിയോട് ഇത്രയും സിമ്പതി? അവളുടെ തൊലിയൊളിപ്പിൽ നീ മയങ്ങിപ്പോയോ? ആദിത്യൻ്റെ സ്വരത്തിൽ കോപം കലർന്നു. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നീ ഒന്ന് കേട്ടോ ആദിത്യ. ദീപ്തിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. ഇനിയും നിന്റെ ഈ അധികാരസ്വരത്തിൻ്റെ മുന്നിൽ ഞാൻ തലകുനിക്കില്ല. ഞാൻ അവളെ സഹായിക്കും. നിങ്ങളിൽ നിന്നൊക്കെ അവളെ സംരക്ഷിക്കും. അർജുൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. നിമിഷങ്ങൾ കടന്നുപോയി. ആദ്യവും അർജുനും പരസ്പരം വിളിച്ചില്ല. പക്ഷേ സമയം കഴിയുന്തോറും അർജുന് വലിയൊരു വിഷമം തോന്നി. വർഷങ്ങളായുള്ള തൻ്റെ സുഹൃത്തിനോടാണ് താൻ ഇങ്ങനെ സംസാരിച്ചത് എന്നോർത്തപ്പോൾ അർജുൻ തളർന്നുപോയി. അത്രയും ദേഷ്യം വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അർജുന് ആ വീടിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടിത്തോന്നി. അവൻ മനസ്സൊന്ന് സ്വസ്ഥമാക്കാൻ വേണ്ടി വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോയി. പക്ഷേ ഇന്നേരവും ആദ്യയുടെ ഉള്ളിൽ അർജുൻ്റെ വാക്കുകളായിരുന്നു. അർജുൻ്റെ വാക്കുകൾ ഓർത്ത ആദിത്യൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അർജുൻ്റെ വെല്ലുവിളി ആദിത്യനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അർജുൻ ദീപ്തിയുടെ ഭാഗം ചേർന്നാൽ തനിക്ക് മോളെ കിട്ടില്ലെന്ന് അവൻ ഭയന്നു. തൻ്റെ അടുത്ത സുഹൃത്ത് തനിക്കെതിരെ തിരിഞ്ഞത് അവന് സഹിക്കാനായില്ല. അർജുൻ തന്നെ ചതിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. തൻ്റെ മോളെ ദീപ്തിയും അർജുനും കൂടി എങ്ങോട്ടെങ്കിലും മാറ്റുമോ എന്ന ഭയം അവനെ പിടികൂടി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആദിത്യൻ ഫോൺ എടുത്തു. ഷാരോൺ, ഇപ്പോൾ തന്നെ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. അർജുനില്ലാത്ത സമയം നോക്കി പോയാൽ മതി. അവളെ പേടിപ്പിച്ചാണെങ്കിലും ഉപദ്രവിച്ചാണെങ്കിലും വേണ്ടിയില്ല. കുഞ്ഞിനെ എനിക്ക് വേണം. ദീപ്തി തടയാൻ നോക്കിയാൽ അവളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോ. ഇനിയും ദീപ്തിയോട് കരുണ കാണിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല, ആദിത്യൻ പറഞ്ഞു നിർത്തി. പുറത്ത് നല്ല മഴയാണ്. ആ വീടിനുള്ളിൽ ദീപ്തിയും കുഞ്ഞും കെട്ടിപ്പുണർന്ന് കിടപ്പാണ്. പൊടുന്നനെ ഒരു കറുത്ത കാർ ദീപ്തിയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. ഞൊടിയിടയിൽ അതിൽ നിന്നും ഇറങ്ങിയ 3 ഗുണ്ടകൾ വേഗം വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അപരിചിതരെ കണ്ട് ദീപ്തി അലറി വിളിച്ചു. പക്ഷേ പുറത്തെ ശക്തമായ മഴയിൽ അത് അലിഞ്ഞില്ലാതായി. ആരാ നിങ്ങൾ? ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? കൂടുതൽ ശബ്ദമുണ്ടാക്കാതെ ആ കൊച്ചിനെ ഇങ്ങോട്ട് തന്നേക്ക്, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാവും, കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു. കുഞ്ഞിലക്ഷ്മി പേടിച്ച് ദീപ്തിയുടെ പിന്നിൽ ഒളിച്ചു. ഇല്ല, എൻ്റെ ജീവൻ പോയാലും ഞാൻ തരില്ല. അവൾ കുഞ്ഞിലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. പക്ഷേ കൂട്ടത്തിൽ ഒരുത്തൻ ഞൊടിയിടയിൽ അവളെ പിടിച്ചു തള്ളി. ആ ചുമരിൽ ദീപ്തിയുടെ തലയിടിച്ചു. അവളുടെ നെറ്റിയിൽ നിന്നും ചോര പൊടിഞ്ഞു. കുഞ്ഞിലക്ഷ്മി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുക്കളേക്ക് ഓടി. ഒരുവൻ കുഞ്ഞിലക്ഷ്മിയെ ബലമായി എടുത്തുയർത്തി. ദീപ്തി വേദന മറന്ന് അവൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പ്ലീസ്, എൻ്റെ മോളെ കൊണ്ടുപോകല്ലേ, ഞാൻ കാല് പിടിക്കാം. അവളുടെ കരച്ചിൽ ആ വീടിൻ്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഗുണ്ടകളിൽ ഒരുവൻ കുഞ്ഞിലക്ഷ്മിയെ ബലമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതും അതുവരെ തളർന്നു നിന്ന ദീപ്തിയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. നെറ്റിയിലുണ്ടായ മുറിവിൽ നിന്നും ഒഴുകിയ ചോര അവൾ കൈകൊണ്ട് തുടച്ചു മാറ്റി. ദീപ്തി അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് കുഞ്ഞിനെ വിളിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. നീ എന്തിനാ പെണ്ണെ വെറുതെ തല്ലു വാങ്ങുന്നത്? മര്യാദക്ക് ആ കൊച്ചിനെ ഇങ്ങ് തന്നേക്ക്. ആദിത്യൻ്റെ കൂടെ ജീവിക്കാനാണ് ആ കൊച്ചിൻ്റെ വിധി, ഷാരോൺ ദീപ്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ കൈ നീട്ടിയതും ദീപ്തി അരികിലിരുന്ന ഭാരമേറിയ ഒരു വലിയ നിലവിളക്ക് കയ്യിലെടുത്തു. മിന്നൽ വേഗത്തിൽ അവൾ ആ നിലവിളക്ക് വീശി അവൻ്റെ കയ്യിലേക്ക് അടിച്ചു. എല്ലുപൊട്ടുന്ന ശബ്ദത്തിനൊപ്പം അവൻ വേദന കൊണ്ട് നിലവിളിച്ചുപോയി. അടുത്ത് വരരുത്. എന്നെ മറികടന്ന് എൻ്റെ മോളെ തുറക്കണമെങ്കിൽ എൻ്റെ ശവത്തിൽ ചവിട്ടേണ്ടി വരും. ആദിത്യൻ സാറാണോ നിങ്ങളെ അയച്ചത്? പോയി പറ അയാളോട്. പ്രസവിച്ച അന്ന് ഈ കൊച്ചിനെ വേണ്ടെന്ന് വെച്ചപ്പോൾ മരിച്ചു പോയതാണ് അയാളിലെ അച്ഛനെന്ന്. അവൾക്ക് ഇപ്പോൾ ഈ ദീപ്തി മാത്രമേ ഉള്ളൂ അമ്മയായിട്ട്. ദീപ്തി ഓടി അടുക്കളയിലേക്ക് പോയി. തിരികെ വന്ന ദീപ്തിയുടെ കയ്യിൽ തിളങ്ങുന്ന ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. ചോരയൊലിക്കുന്ന നെറ്റിയും കത്തുന്ന കണ്ണുകളുമായി ആയുധവുമായി നിൽക്കുന്ന ദീപ്തിയെ കണ്ടപ്പോൾ വന്നവർ ഒന്ന് പകച്ചു. ഭയമല്ല, മറിച്ച് തൻ്റെ ജീവൻ്റെ പാതിയെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനമായിരുന്നു അവളുടെ കണ്ണുകളിൽ. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ഇതിനപ്പുറം ഒരടി മുന്നോട്ട് വെച്ചാൽ നീ ഒന്നും തിരിച്ചു പോകില്ല. പോലീസിനെയും കോടതിയെയും എനിക്ക് പേടിയില്ല.
എൻ്റെ മോളെ തൊടാൻ വരുന്നവൻ്റെ കൈയും കാലും വെട്ടാൻ എനിക്കൊരു മടിയുമില്ല. വായോ, ആർക്കാ ആദ്യം വേണ്ടത്? കുഞ്ഞുലക്ഷ്മി പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ദീപ്തിയുടെ ശൗര്യത്തിന് മുന്നിൽ ആ ഗുണ്ടകൾ പോലും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. പണമോ ആയുധമോ അല്ല, ഒരു അമ്മയുടെ ആത്മബലമാണ് തങ്ങളെ നേരിടുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അർജുൻ അപ്പോഴേക്കും തിരികെ വന്നിരുന്നു. പക്ഷെ അകത്തെ കാഴ്ച കണ്ട് അവൻ വിറച്ചുപോയി. ദീപ്തി, വേണ്ട. ദീപ്തിനെ അർജുനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യവും ഒപ്പം വല്ലാത്തൊരു പരിഹാസവും ഉണ്ടായിരുന്നു. അടുക്കരുത് അർജുൻ, എൻ്റെ മോളെ തൊടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. അർജുൻ ഉടനെ തന്നെ ഷാരോണിന് നേരെ തിരിഞ്ഞു. തൻ്റെ സുഹൃത്ത് ആദിത്യൻ ഇത്രയും നീചമായൊരു പ്രവൃത്തി ചെയ്യുമെന്ന് അവൻ കരുതിയതല്ല. ഷാരോൺ, എന്താ ഇത്? ആദ്യം പറഞ്ഞിട്ടാ ഷാരോൺ പറയവേ അർജുൻ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഷാരോൺ. അപ്പോൾ ആദിത്യൻ നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? അർജുൻ അലറി. അർജുൻ്റെ രൗദ്രഭാവം കണ്ടപ്പോൾ ഷാരോൺ പതിയെ പിൻവാങ്ങി. അവർ പോയി കഴിഞ്ഞതും ദീപ്തിയുടെ ഉള്ളിലെ ആ ശൗര്യം പെട്ടെന്ന് അണഞ്ഞുപോയി. അവളുടെ കയ്യിലിരുന്ന കത്തി നിലത്തേക്ക് വീണു. തൻ്റെ മോളെ ആരെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോകുമായിരുന്നില്ലേ എന്ന ചിന്ത വന്നപ്പോൾ അവൾ തകർന്നുപോയി. കുഞ്ഞുലക്ഷ്മിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അവൾ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. തുടരും സൂര്യകാന്തി. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണേ. ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരു പാർട്ടോട് കൂടി കഥ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. താങ്ക്